ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പമ്പുമായിട്ടാണ്, എയർ പമ്പ്. അപ്പോഴത്തേക്കിന് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 12 വോൾട്ട് മോട്ടർ, ഒരു toshiba ഒരു DVD പ്ലെയറിൻ്റെ അടുത്താണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഏത് തരത്തിലുള്ള മോട്ടറും എടുക്കാം. പിന്നെ ഒരു പൽചക്രം, പിന്നെ ഒരു സാധാ ഒരു വളയുടെ കമ്പി, പിന്നെ ഒരു ആണെങ്കിൽ അക്വേറിയം പമ്പിൻ്റെ ഒരു ഭാഗമാണിത്. ഇതുണ്ടെങ്കിൽ അത് ഈ പമ്പാവുള്ളൂ. ഇത് പഴയ ടൈപ്പായിരുന്നു തോന്നുന്നു, അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ളതിലൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ ലീഫ് പോലെ ഇരിക്കുന്നതാണ്. അപ്പോഴത്തേക്കിന് ഇത് നമുക്കൊരു മോഡിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ട് വരും. രണ്ട് സൈഡിലും ഇത് ഇങ്ങനെ തുറന്നു കിടക്കുമായിരുന്നു. പക്ഷെ നമ്മളിത് ഒട്ടിച്ച് രണ്ട് സൈഡ് തുറക്കാത്ത വിധത്തിലാക്കി. അപ്പോൾ രണ്ട് സൈഡിൽ ഒരു സൈഡ് അപ്പോഴത്തേക്കിന് ഇതുവഴി കയറി വരുന്ന എയർ, അതായത് ഇതിങ്ങനെ വലിക്കുമ്പോഴത്തേക്കിന് ഇതുവഴി ഒരു എയർ കയറി വരും. ആ എയർ പിന്നെ ഇതുവഴി ആണെങ്കിൽ ഇറങ്ങി വരുള്ളൂ, അപ്പുറത്ത് വഴി ഇറങ്ങി വരാൻ പറ്റില്ല. പിന്നെ ഇവിടെയാണ് അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഇതുവഴി എല്ലാ പാടുവാണെങ്കിൽ എയർ പോകും. അപ്പോഴത്തേക്കിന് ഇവിടെ നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഇതാണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോഴത്തേക്കിന് ഇതാണെങ്കിൽ വലിയ എഫിഷ്യൻസി ഒന്നുമില്ല. നമുക്കാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടോ, നല്ലോണം വെള്ളം വരുന്നു. വെള്ളമല്ല, കാറ്റ് വരുന്നുണ്ട്. കാറ്റിൽ എയർ കണ്ടോ. അത് നിങ്ങൾ ചെറുതായിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ എയർ വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിപ്പോൾ നല്ലൊരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയണ്ട. ഇതൊരു സാധാരണ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സാധാ ഒരു പലക, പിന്നെ ഒരു മോട്ടർ, പിന്നെ ഇതേപോലത്തെ ഓരോ അലുക്കലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത്. പിന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ കിട്ടിയതാണെങ്കിൽ സാധാരണ എൻ്റെ ഒരു പഴയ കൂട്ടൊരു പമ്പായിരുന്നു. പക്ഷെ ആ പമ്പാണെങ്കിൽ പമ്പിൻ്റെ സാധനമൊക്കെ ഇരിപ്പുണ്ട്. ഇതായിരുന്നു അതിൻ്റെ ഒറിജിനൽ സാധനം. പിന്നെ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ അനങ്ങയായിരുന്നു, അതാണ് ഈ വർക്ക് ആയിക്കൊണ്ടിരുന്നത്. അതാണ് അതിൻ്റെ കോയിലിന് എന്തോ കുഴപ്പമുള്ളതുകൊണ്ട് അതാണ് ഈ വർക്ക് വന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി ചെയ്തത്. ഇതിപ്പോൾ ഇതിന് പകരം വെള്ളത്തിൽ ഇട്ടാലും ഇത് വർക്കാവും. അതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാട്ടർ പമ്പുമായിട്ട് ഉപയോഗിക്കാം. അതാണെങ്കിൽ പക്ഷേ മോട്ടർ അതിങ്ങനെ മോട്ടറിന് കുഴപ്പമുണ്ട്, അത് കുഴപ്പമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഗൈസ്.